ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന രസഗുളയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ രസഗുള ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം നമുക്ക് വേണ്ട 1/2 ലിറ്റർ പാലാണ്. ഞാൻ ഇപ്പോൾ 1/2 ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് എത്ര വേണമെങ്കിൽ പാലെടുക്കാം ആവശ്യത്തിനനുസരിച്ച്. അപ്പോൾ നമുക്കതൊന്ന് ചൂടാക്കാൻ വയ്ക്കാം. ഞാനിപ്പോൾ അതവിടെ പാല് വെച്ചിട്ടുണ്ട്. ഈ പാലൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് അതിലേക്ക് നാരങ്ങ നീര് ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ പാൽ തിളച്ച് വരുമ്പോൾ കാണിക്കാം. ഇപ്പോൾ ഇവിടെ നമ്മുടെ പാല് തിളച്ച് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് നാരങ്ങ നീര് ആഡ് ചെയ്യാം. പാല് തിളച്ചിട്ട് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യാം. ശേഷം 2 മിനിറ്റ് ശേഷം നമുക്ക് നാരങ്ങ നീര് ഒഴിക്കാൻ പാടും. ഇതിലേക്ക് നമുക്ക് കുറച്ചായി നാരങ്ങ നീര് ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പാലിവിടെ പെരളി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഐസ് ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തത് കാണിക്കാൻ വിട്ടുപോയി. ഇനി ഒരു പാത്രത്തേക്ക് തോർത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലോത്ത് വിരിക്കാം. ഞാനിപ്പോൾ ഇത് ഫുഡിനായിട്ട് വേണ്ടി അരിക്കാൻ വേണ്ടി മാറ്റിച്ചൊരു തോർത്താണ്. അതിലേക്ക് നമുക്ക് ഈ പിരിഞ്ഞ പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് വെള്ളമൊക്കെ നമുക്ക് പിഴിഞ്ഞെടുക്കാം. ഇത് നമുക്ക് നല്ല വെള്ളം ഒഴിച്ചൊന്ന് കഴുകിയെടുക്കണം. നാരങ്ങ നീരിൻ്റെ പുളിപ്പൊക്കെ ഒന്ന് പോകണം. അത് നമുക്ക് നന്നായി ഇത് പിഴിഞ്ഞെടുക്കണം. ഇത് നമുക്ക് 2-3 വട്ടം നന്നായി കഴുകിയെടുക്കണം. ഈ വെള്ളമൊക്കെ ഒന്ന് പിഴിഞ്ഞ് കളഞ്ഞ് നന്നായി ഇതാക്കണം. നല്ല സ്ട്രോങ്ങിൽ ഇത് പിഴിയാൻ പാടില്ല, പയ്യെ പിഴിയാൻ പാടുള്ളൂ. പിന്നെ അതിലത്തെ വെള്ളമൊക്കെ പിഴിഞ്ഞ് കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലൊരു വെയിറ്റ് വല്ലതും കയറ്റി വെക്കണം, ആ വെള്ളമൊക്കെ ഒന്നും കൂടി വറ്റാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് വെയിറ്റ് കയറ്റി വെച്ചിട്ട് വെള്ളമൊക്കെ വറ്റിയ ശേഷം കാണാം. ഇപ്പം ഞാൻ അതിലെ വെള്ളമൊക്കെ കളഞ്ഞിട്ടുണ്ട്. ഓവറായിട്ട് നമ്മൾ വെള്ളം കളയാൻ പാടില്ല, കുറച്ച് വെള്ളം ആവശ്യമുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ഒന്ന് പരത്തി കൊടുക്കാം. ഇപ്പോൾ ഇതിലെ കട്ടകളൊക്കെ പാൽ പിരിഞ്ഞതിൻ്റെ കട്ടകളൊക്കെ പോയിട്ട് നമുക്കിത് ചെറിയ ബോൾസ് ആക്കി എടുക്കാം. ഇനി നമുക്കിത് ബോൾസ് ആക്കി എടുത്തിട്ട് കാണാം. അപ്പം ഞാനിതാ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. എനിക്കിപ്പോൾ 1/2 ലിറ്റർ പാലും കൊണ്ട് 12 ബോൾസാണ് കിട്ടിയിരിക്കുന്നത്. പിന്നെ നമുക്ക് അടുത്തായിട്ട് വേണ്ടത് ഷുഗർ സിറപ്പാണ്. അപ്പോൾ നമുക്ക് ഈ ഷുഗർ സിറപ്പ് ഉണ്ടാക്കാം. അപ്പം നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1/2 കപ്പ് പഞ്ചസാര ഇടാം. ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ പഞ്ചസാര ഒന്ന് മെൽട്ടായി വന്ന് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഓവർ തിക്ക് കൺസിസ്റ്റൻസി ആവണ്ട. നന്നായി നമുക്ക് ഇറക്കി കൊടുക്കാം. ഈ ഷുഗർ ഒന്ന് മെൽട്ടായിട്ട് നമുക്കിനി കാണാം. നമുക്കതിലേക്ക് ഏലക്ക ആഡ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ നമ്മുടെ ഷുഗർ സിറപ്പ് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ആ ബോൾസിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഓരോ ബോൾസായിട്ട് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഗ്യാസ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായി ഒരു ആവശ്യം തിളച്ച് വരണം. അപ്പോൾ നമുക്കിത് അടച്ച് വയ്ക്കാം. ഞാനിപ്പോൾ ഇത് രസഗുള ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ട്. നമുക്ക് ഇത് ഫൈനൽ ലുക്ക് ആകുമ്പോൾ നമുക്ക് കാണാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ തിളപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ രസഗുള എന്തായി നമുക്ക് നോക്കാം. രസഗുളയൊക്കെ നന്നായി ബോൾസൊക്കെ നല്ല വലുതായി വന്നിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. നമുക്ക് സെർവ് ചെയ്യുമ്പോൾ കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ രസഗുളയുടെ ഫൈനൽ ലുക്ക്. എല്ലാവരും ട്രൈ ചെയ്യണം. ഫീഡ്ബാക്കൊക്കെ കമൻസിലൂടെ അറിയിക്കണം. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ കണ്ടവരെ ബൈ. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ആളിനും കൂടി എനേബിൾ ചെയ്യണം. അപ്പോൾ അടുത്ത നല്ല വീഡിയോ കാണുന്നവരെ ടാറ്റ.